അപ്പോൾ ഇന്ന് ഒരു ബാംഗ്ലൂർ ട്രിപ്പാണ് കേട്ടോ. ബാംഗ്ലൂരിൽ ഒരു ഫംഗ്ഷന് വേണ്ടി പോവുകയാണ്. അപ്പോൾ ഞാനും ചേട്ടനും കൂടാണ് പോകുന്നത്. മോനാണ് ഞങ്ങളെ കൊണ്ടാക്കിയത്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് 2:30ക്കാണ് ട്രെയിൻ. അതിന് റെയിൽവേ സ്റ്റേഷനിൽ ചെങ്ങന്നൂർ വന്നതാണ്. അപ്പോൾ ഞങ്ങൾക്കുള്ള വണ്ടി ഇപ്പോൾ വരാൻ സമയമാകുന്നേ ഉള്ളൂ. അതിന് മുമ്പുള്ള ശബരിയാണ് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ 2:30ക്ക് തന്നെ ട്രെയിൻ വന്നു. ഞങ്ങളതിനകത്ത് കയറി. അപ്പോൾ രാവിലെ വെള്ളിയാഴ്ചയാണ് ഇത് കയറിയത്. ശനിയാഴ്ച രാവിലെ 3 മണിയായപ്പോഴത്തേക്ക് ബാംഗ്ലൂർ ഞങ്ങളെത്തി. അപ്പോൾ എൻ്റെ ചേച്ചിയുടെ മോൻ, എൻ്റെ എല്ലാ ചേട്ടൻ്റെ മൂത്ത ചേച്ചിയുടെ മോൻ അനീഷ് ഞങ്ങളെ വിളിക്കാൻ വേണ്ടി ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ കുഞ്ഞിൻ്റെ ഫംഗ്ഷനാണ് ഞങ്ങളിവിടെ ബാംഗ്ലൂർ വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ കുഞ്ഞു ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് ലൈക്കും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ തയ്യാറെടുപ്പായിരുന്നു കേട്ടോ. രാവിലെ ഇഡലിയും സാമ്പാറും ചമ്മന്തിയൊക്കെ ആയിരുന്നു. പിന്നെ ഉച്ചത്തേക്കുള്ള അവിയലിനും തോരനൊക്കെ അരിഞ്ഞ് അവൾ വെക്കുമായിരുന്നു. അപ്പോൾ അനീഷും അജീഷും, ഇതാണ് നാത്തൂൻ്റെ 2 മക്കൾ. ഇതാണ് അജീഷ്. അപ്പോൾ അവനും അടുക്കളയിൽ വന്ന് ഇഡ്ഡലി എടുക്കാനൊക്കെ സഹായിക്കുന്നുണ്ടായിരുന്നു. ഇത് അജീഷിൻ്റെ ഭാര്യ രമ്യ, അവൾ ടീച്ചറാണ്. മറ്റേവന് IT ഫീൽഡിലാണ് ജോലി. പിന്നെ ഇത് അനീഷിൻ്റെ ഭാര്യ, മറ്റേത് അനീഷിൻ്റെ ഭാര്യയുടെ അനിയത്തിയാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടെ ഞങ്ങളൊക്കെ ചെന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും കൂടെ ചെന്ന് അടുക്കളയിൽ രാവിലത്തെ ഇഡ്ഡലിയൊക്കെ ശരിയാക്കി. അതിൻ്റെ ഇടയ്ക്ക് ഓരോ കഥകളൊക്കെ പറയായിരുന്നു, പണ്ടത്തെ ഓരോ കഥകൾ. പിന്നെ അജീഷിൻ്റെ ഇളയ മോള് കുറേ യോഗകളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സ്കൂളിൽ എല്ലാവർക്കും ടാലൻറ്റ് കാണിക്കണമെന്നാണ്. അപ്പോൾ ഒരു പിള്ളേർക്ക് പോലും വ്യത്യാസമില്ലാതെ എല്ലാ പിള്ളേരും അവരവർക്കുള്ള ടാലൻറ്റ് ഏതെങ്കിലും അവരവർക്ക് ഇഷ്ടമുള്ള ഏതാണെന്ന് വെച്ചാൽ കാണിക്കണം. അപ്പോൾ ഈ മോക്ക് ഇതാണ് യോഗയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഞങ്ങളെ കാണിച്ചു തരികയാണ് കേട്ടോ. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിയിടുന്നപ്പോൾ ഇതേൻ്റെ പണ്ടത്തെ കുതിര ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടെ അടിയാണ് അതിനകത്ത് കയറാൻ വേണ്ടി. അപ്പോൾ ഞാനും കയറിയിരിക്കാൻ പറ്റില്ല, എങ്കിലും ഞാൻ അങ്ങോട്ട് ആടി തകർത്തു വേണ്ടി കേട്ടോ. പിന്നെ ഇത് സന്ധ്യയുടെ അനിയത്തി കായംകുളത്ത് നിന്ന് പത്രോട കൊണ്ടുവന്നായിരുന്നു കേട്ടോ. പത്രോട എന്ന് വെച്ചാൽ ചേമ്പിലപ്പം. അപ്പോൾ അത് ഫ്രൈ ചെയ്യുകയാണ്, എണ്ണ ഇട്ടിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടി ഫ്രൈ ചെയ്ത് വെച്ചതാണ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി. പിന്നെ ഉച്ചയ്ക്ക് ഒന്ന് ഉറങ്ങിയതിന് ശേഷം ഇപ്പം ഞാൻ ഉറങ്ങിയപ്പോൾ ചേട്ടനെടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ അതും കൂടെ ചേർക്കാമെന്ന് വെച്ചു. അപ്പോൾ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഞങ്ങളവിടെ വലിയൊരു മാർക്കറ്റ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. എൻ്റെ ഒരു കൂട്ടുകാരിയുടെ മോളൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ അവൾ വിളിച്ച് പറഞ്ഞ് വെറുതെ സമയം കളയണ്ട, അങ്ങോട്ട് പോകാൻ പറഞ്ഞു. അയ്യോ, അത് കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ തലയിറങ്ങി പോയിട്ടാ. തലയിറക്കം വന്ന വേറെ ഒന്നും കണ്ടല്ല, അവിടുത്തെ സാധനങ്ങൾ കണ്ടിട്ടാണ്. എന്ത് വില കുറച്ച് സാധനങ്ങളായിട്ട് എന്ത് സാധനം വേണമെങ്കിൽ കണ്ടിട്ട് എല്ലാം വില കുറവാണ് കേട്ടോ. ഞാൻ കുറേ ടോപ്പൊക്കെ എടുത്ത് ഒരു 4-5 ടോപ്പ് എടുത്ത് ഞാൻ എല്ലാം 300 രൂപയ്ക്കാണ്. പിന്നെ പലാസ പോലത്തെ ഉണ്ട്, അതും 300 രൂപയാണ്. അത് 2-3 എടുത്ത്. പിന്നെ അവിടെ ഒരു ശരവണ ഭവൻ ഉണ്ടായിരുന്നു, നല്ല സൂപ്പർ മസാല ദോശയും ഉഴുന്നുവടയും ചമ്മന്തി എല്ലാം കൂടെ കിട്ടുന്ന ഭയങ്കര തിരക്കെങ്കിലും ഞങ്ങളത് വാങ്ങിച്ച് കഴിച്ച് കേട്ടോ. എന്നിട്ട് നേരെ ഞങ്ങൾ റൂമിലോട്ട് വന്നു കേട്ടോ. അപ്പോൾ ഞായറാഴ്ച രാവിലെയായി. അപ്പോൾ ഇനി ഫംഗ്ഷൻ നടക്കുന്ന ഹാളിലോട്ട് നമുക്ക് പോകാം. ഇത് രാവിലത്തെ ഫംഗ്ഷൻ്റെ ദിവസമാണ്, അതായത് ഞായറാഴ്ച ദിവസം. ഞായറാഴ്ച രാവിലെ ഞങ്ങൾ ഹാളിൽ വന്നു. അപ്പോൾ അവിടെ തിരുമേനി, ഞങ്ങളുടെ കൊങ്കിണി ഭാഷയിൽ ഭട്ടുമാമെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ തിരുമേനി വന്ന് ചടങ്ങുകളൊക്കെ ആരംഭിച്ചു. രാവിലത്തെ ചടങ്ങ് ഉടുതാമൂർത്തു എന്നാണ് പറയുന്നത്. അതിന് ബന്ധുക്കൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കല്യാണം, പിന്നെ അതേപോലെ നിശ്ചയം, പൂണൂൽ കല്യാണം, ഇതിനൊക്കെ ഉടുതാമൂർത്തം ഉണ്ട് കേട്ടോ. ഒന്നെങ്കിൽ തലേന്ന് വൈകിട്ട് വീട്ടിൽ വെച്ച് അല്ലെങ്കിൽ ഹാളിൽ വെച്ച് നടത്താം, ഇല്ലെങ്കിൽ രാവിലെ വെക്കും. ഇപ്പോൾ രാവിലെയാണ് വെച്ചിരിക്കുന്നത്. രാവിലെ 7 മണിക്ക് തന്നെ ഉടുതാമൂർത്തം ആരംഭിച്ചിട്ടോ. അപ്പോൾ ഇപ്പോൾ ചെറിയൊരു ചടങ്ങ് മാത്രമാണ് ഉടുതാമൂർത്തം കേട്ടോ. പണ്ടത്തെ കാലത്തൊക്കെ ഇങ്ങനെ തിരിയലിനകത്ത് ഉടിതെന്ന് വെച്ചാൽ ഉഴുന്നിനാണ് പറയുന്നത് കേട്ടോ കൊങ്കിണിയിൽ. അപ്പോൾ ഈ ഉഴുന്ന് അങ്ങോട്ടിട്ട് തിരിയലിൽ വെച്ച് ഇങ്ങനെ പൊടിക്കുന്നതൊക്കെയാണ് ചടങ്ങ് കേട്ടോ. അത് ഒത്തിരി സമയമുണ്ട്. പക്ഷേ ഇപ്പോൾ അതൊക്കെ ചുരുങ്ങി വെറും പേരിന് മാത്രമായി. പിന്നെ നടത്തുന്നവരും ഉണ്ട് കേട്ടോ, കുറേ സ്ഥലത്ത് ഇങ്ങനെ നടത്തുന്നവരുണ്ട്. അപ്പോൾ ഉടുതാമൂർത്തമൊക്കെ കഴിഞ്ഞിട്ട് ഇനിയുള്ള ചടങ്ങെന്ന് വെച്ചാൽ പൂണൂൽ കല്യാണം നടത്തുന്ന കുട്ടിയുടെ അച്ഛനും അമ്മയും അവരുടെ അച്ഛനും അമ്മയുടെ കാലിൽ ഇങ്ങനെ വെറ്റില വീടോ എന്നാണ് പറയുന്നത്, അത് കൊടുത്തിട്ട് കാലിൽ തൊട്ട് നമസ്കരിച്ച് അനുഗ്രഹം വാങ്ങിക്കുന്ന ഒരു ചടങ്ങാണ് ഇനിയുള്ളത്.
അത് അച്ഛനും അമ്മ മാത്രമല്ല ഈ കുട്ടിയും കൂടെ ചെയ്യണം. ഇവരെക്കാളും മുതിർന്നവരേക്ക് മാത്രമേ ഇങ്ങനെ ചെയ്യാറുള്ളൂ, പ്രായത്തിൽ കുറഞ്ഞവർ ചെയ്യാറില്ല. അപ്പോൾ അത് തന്നെ ഒരു 1-2 മണിക്കൂർ അങ്ങനെ അങ്ങ് പോകും കേട്ടോ. എല്ലാവരും എന്നുവെച്ചാൽ മുതിർന്നവരൊത്തിരി പേരുണ്ട്. അപ്പോൾ എല്ലാവരെയും കാലിൽ തൊട്ട് ഈ വെറ്റില വീടോ കൊടുത്തിട്ടാണ് കാലിൽ തൊട്ട് നമസ്കരിച്ച് അനുഗ്രഹം അല്ലെങ്കിൽ ആശീർവാദം വാങ്ങിക്കുന്ന ചടങ്ങാണ് കേട്ടോ. അല്ല, അവൻ അപ്പനും അമ്മയ്ക്കും കുനിയട്ടെ, അപ്പനും അമ്മയ്ക്കും കുനിയോട്ടെ. കുഴപ്പമുണ്ട്. ഇവിടെ സർ മമ്മു മേടിച്ചോ. ഫോട്ടോ ഒരാൾ കൈ കുപ്പിയാ മതി. മതി മതി മതി. 1 വയസ്സ് മൂത്തതല്ലേ? 1 വയസ്സ് മൂത്തതല്ലേ? ആ മതി, ചുമ്മാ കൈ കുപ്പിയാ മതി മകളെ. മുന്നോട്ട് വരൂ, മുന്നോട്ട്. വീഡിയോ എടുക്കണ്ടേ? ഫോട്ടോ ഒന്ന് ചേട്ടൻ. നോക്കണ്ട സുരേഷ് ബുക്കാകരെ ബുക്കാറിയോ ഓക്കെ. ഞാനെങ്കിലും മുന്നോട്ട് വരിക. അതെ അതുപോലെ ഞാൻ വാങ്ങിച്ചു. എനിക്കത് മനസ്സിലായി. അതിനകത്ത് എന്തെങ്കിലും കാണുന്നുണ്ടോ ചോദിക്കില്ല. ആളുകൾക്ക് എന്നിട്ട് കൂടുതലും കാണാൻ മതി. വിധി ഞാൻ കൊടുത്തു. അപ്പോൾ രാവിലത്തെ ഉടുതാമുറുത്തൊക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് കാപ്പി കുടിക്കാൻ വേണ്ടി പോകാം. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് ആദ്യമായിട്ട് തന്നെ കാണുന്നത് വാഴയിലേക്കകത്ത് നമ്മുടെ ടിഷ്യൂ പേപ്പർ നനച്ച് വെച്ചിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് ആ ഇല തുടയ്ക്കാൻ വേണ്ടിയാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത്. അത് നല്ലൊരു ഐഡിയ ആണ്. ഇവരതാണ് കേറ്ററിങ് കേട്ടോ, സ്കന്ദ കേറ്ററിങ്.
മൊബൈൽ നമ്പരൊക്കെ ഉണ്ട്. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. രാവിലത്തെ ഭക്ഷണവും ഉച്ചത്തെ ഊണാണ് സൂപ്പർ. 22 ഐറ്റങ്ങൾ അങ്ങോട്ടുണ്ടായിരുന്നു. അത് ഞാൻ വഴിയെ കാണിക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ എല്ലാവരും നമ്മുടെ ഈ ബന്ധുക്കൾ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇത് കേട്ടോ. പിന്നെ ഇനിയുള്ളവരൊക്കെ പിന്നീട് വരുത്തതേ ഉള്ളൂ. ബന്ധുക്കൾ ഇതിനൊക്കെ ഈ പറഞ്ഞ ഉടുതാമൂർത്തതിന് അത്യാവശ്യമാണ് കേട്ടോ, നിർബന്ധമാണ്. അപ്പോൾ എല്ലാവരും ഇതാണ് മൂത്ത നാത്തൂന കണ്ണാടി വെച്ചത്. പിന്നെ നാത്തൂനുണ്ട്, ചേട്ടത്തിയുണ്ട്, നാത്തൂൻ്റെ മക്കളുണ്ട്. അങ്ങനെ ബന്ധുക്കൾ മൊത്തം ഉണ്ട് കേട്ടോ, കുറേ പേരുണ്ട്. അപ്പോൾ വലിയൊരു ഫാമിലിയാണ് കേട്ടോ. അതായത് 10 മക്കളും 8 മക്കളൊക്കെ ഉള്ള വലിയൊരു ഫാമിലിയാണ്. അപ്പോൾ എല്ലാവരും കൂടിയിട്ടുണ്ട് കേട്ടോ. അതിൽ 1-2 പേരേ ഉള്ളൂ വരാത്തത്, ബാക്കി എല്ലാവരും കൂടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചേട്ടന് വേണ്ടി ഇലയൊക്കെ പിടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ചേട്ടൻ അപ്പോഴത്തേക്ക് വീഡിയോ എടുക്കാൻ പോയിരിക്കുകയാണ്. എല്ലാം ബ്ലോഗായിട്ട് വരും കേട്ടോ. ഡയലോഗ് എങ്ങനെ പാട്ടെന്താണെന്നൊന്നും എനിക്കറിയാൻ വയ്യ. അതല്ല, ഡയലോഗിൻ്റെ അല്ല, വീഡിയോ ആണ് ഇമ്പോർട്ടൻറ്റ്. വീഡിയോ ആണ്. അതെ, അതിനകത്ത് എന്താ വെറുതെ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അതിൻ്റെ ഒന്നല്ലോ. പെർഫെക്റ്റ്, ഓക്കെ. പെർഫെക്റ്റ്, ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ ഞാൻ കഴിക്കാനുള്ള ഐറ്റം പറയാം. ആദ്യമേ ഇഡ്ഡലിയാണ് കൊണ്ടുവച്ചത്. ഇഡ്ഡലി എന്ന് വെച്ചാൽ നമ്മൾ ഓർക്കും മല്ലിച്ചീര എല്ലാം കൂടി ഇട്ട ഇഡ്ഡലി ഇഷ്ടപ്പെടത്തില്ല. എന്ന് വെച്ചാൽ അടിപൊളി ടേസ്റ്റാണ്. ആദ്യമായിട്ടാണ് എല്ലാവരും കഴിക്കുന്നത്. അത് ചവ്വരിയും നമ്മുടെ റവയും കൂടെ ചേർത്ത് മല്ലിച്ചീരയൊക്കെ ഇട്ട് ചെയ്ത ഇഡ്ഡലിയാണ് കേട്ടോ. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി ടേസ്റ്റായിരുന്നു. പിന്നെ നമ്മുടെ പൈനാപ്പിളിൻ്റെ കേസരി ഉണ്ടായിരുന്നു. പിന്നെ ഇഡ്ഡലിയുടെ കൂടെ സാമ്പാർ, പിന്നെ വെള്ള കളറിലെ ചമ്മന്തി ഉണ്ടായിരുന്നു. അത് നേരത്തെ വെച്ച് ഞങ്ങൾ ഇഡ്ഡലിയുടെ കൂടെ ആയിരിക്കും, പക്ഷേ ഉഴുന്നുവടയുടെ കൂടെ കൂട്ടാനായിരുന്നു കേട്ടോ. നല്ല ചൂട് ഉഴുന്നുവട അപ്പം തന്നെ ചെയ്ത് കൊണ്ട് തന്നെ ഉഴുന്നുവട ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ പൊങ്കൽ പോലത്തെ ഒരു സാധനം ഉണ്ടായിരുന്നു കേട്ടോ. പച്ചരിയും ചെറുപയർ പരിപ്പും നെയ്യും എല്ലാം കൂടി തേങ്ങയെല്ലാം കൂടി ഇട്ട് അത് ചൂടോടായതുകൊണ്ട് എല്ലാം ടേസ്റ്റായിരുന്നു. എല്ലാം വെറൈറ്റി ഐറ്റങ്ങളായിരുന്നു കേട്ടോ. പിന്നെ എല്ലാവരും അങ്ങോട്ട് മാറിയിരുന്ന് അങ്ങോട്ട് വർത്താനം പറച്ചിലായിരുന്നു. അത് കഴിഞ്ഞ് കൊച്ചുമക്കളുടെ കുറേ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അപ്പോൾ കാണാം. ഇനി പൂണൂൽ കല്യാണം, അതായത് ഉപനയനത്തിൻ്റെ ഹോമങ്ങളും ചടങ്ങുകളൊക്കെ ഇനിയുള്ളത് ആരംഭിക്കുകയാണ് കേട്ടോ. ആദ്യമേ കുറച്ച് ഹോമങ്ങൾ കഴിഞ്ഞ് നമ്മളത് കാപ്പ് കുടിക്കുന്ന സമയത്തായിരുന്നു ചെറിയ ഹോമം. ഇനി വലുതായിട്ട് ഹോമങ്ങളും പിന്നെ മന്ത്രങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ കുട്ടിയെ ഒരുക്കുന്നതാണ് കേട്ടോ. കുട്ടി അതിനു മുമ്പേ പോയി ഉപനയനത്തിനിരിക്കുന്ന കുട്ടിയെ ആദ്യമേ തല മുണ്ടനം ചെയ്യും കേട്ടോ. തല മൊട്ടയടിക്കുക, അത് അവരൊരിഷ്ടം. അല്ലെങ്കിൽ കുറച്ച് വെട്ടിക്കളയും, ഏതായാലും തലമുടി കുറച്ചാണെങ്കിലും വെട്ടണം. കറക്റ്റ് ഇതാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ വെട്ടി കുളിച്ചിട്ട് പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വന്ന് അപ്പോൾ ഞങ്ങളുടെ പൂജാരി കുട്ടിയെ ഒരുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതും ഒരു ചടങ്ങാണ്. ഒരുക്കി പൂമാലയൊക്കെ ഇട്ട് കയ്യിലും ഒക്കെ അവരെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് ഓരോ നാട്ടിൽ ഓരോ രീതിയിലാണ്. എത്ര നല്ലതുപോലെ മേക്കപ്പ് ചെയ്ത് ഒരുക്കാവോ അതേപോലെ ഭട്ടുമാമ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒരുക്കാം. എന്നിട്ട് ചേട്ടന്മാരുണ്ടെങ്കിൽ ചേട്ടനല്ല
മാമന്മാരുണ്ടെങ്കിൽ ആ കുട്ടിയെ ഇങ്ങനെ പണ്ടൊക്കെ പല്ലക്കിലൊക്കെ ഇങ്ങനെ കൊണ്ടുവരുന്ന ആചാരത്തിൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ. അതൊന്നും ഇപ്പോൾ ഇല്ല. അപ്പോൾ അങ്ങനെ കൊണ്ടുവരുന്ന ഒരു ചടങ്ങാണ്. അത് കഴിഞ്ഞിട്ട് പെങ്ങന്മാരെല്ലാവരും കൂടെ സ്വീറ്റ്സ് എന്തെങ്കിലും ഈ കുട്ടിയുടെ വായിൽ ഇട്ട് കൊടുക്കണം. ഇതിനിടയിൽ ഞാനൊരു കാര്യം പറയാൻ പറഞ്ഞാൽ കുട്ടിയെ മേക്കപ്പ് ചെയ്യുമ്പോൾ, അതായത് ഒരുക്കുമ്പോൾ ഈ പെങ്ങന്മാരെല്ലാം കൂടെ വന്ന് കണ്ണിൽ കൺമഷി എഴുതി കൊടുക്കുന്ന ഒരു ചടങ്ങ് കേട്ടോ. അത് ഞാൻ കാണിക്കാൻ മറന്നുപോയി. അതും ഇതിനകത്തുണ്ട് കേട്ടോ. പിന്നെ മന്ത്രങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ചടങ്ങാണ് ഇനി. അനുഗ്രഹിച്ച് നൽകണം. ഒരാളുടെ ജീവിതത്തിലെ പ്രധാനമായിട്ടുള്ള ഭാഗങ്ങളാണ് വിവാഹം, ഉപനയനം, അല്ലെന്നുണ്ടെങ്കിൽ ഗൃഹപ്രവേശം. അതൊക്കെ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ. ഒരു സന്താനം ഉണ്ടാകുക എന്നൊക്കെ. വെളിയിൽ നടക്കുന്ന ഈ ബാഹ്യപരമായിട്ടുള്ള ഈ വേഷങ്ങൾ അല്ലെങ്കിൽ ഭൂഷാദികൾ, പലതരത്തിലുള്ള ഇതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എന്ന് പറയുന്നത് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു മായ എന്ന് പറഞ്ഞാൽ നമുക്കൊരു മുമ്പിലുള്ള ഇതൊക്കെ നമ്മൾ ചെയ്തു എന്നുള്ളത് കാണാൻ വേണ്ടിയുള്ള മായകൾ, മനസ്സിലായി. പക്ഷേ ഇതിൻ്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ഇതിന് ദേവതകളെ നമ്മൾ പൂജിച്ചിട്ടുണ്ട്. ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാരെ പൂജിച്ചിട്ടുണ്ട്. ഇതിനൊരു സത്യമുണ്ട്. അപ്പോൾ ഈ പൂണൂല് എന്ന് പറയുന്നത് നമ്മൾ പൂജിച്ച അതിൽ മൃത്യുഞ്ജയന്, അതുപോലെ തന്നെ ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്, നാഗരാജ. അപ്പോൾ പൂണൂലിടാൻ പോവുകയാണ്. ഈ ചടങ്ങിനാണ് നമ്മൾ വന്നത്. പൂണൂല് ബ്രഹ്മോപദേശം അങ്ങനെ യജ്ഞോപവിതംബരം പവിത്രം പ്രജാപതിരേശ്വരം പുരസ്താത് പിടിച്ചോളൂ. യജ്ഞോപവിതംബരം പവിത്രം പ്രജാപതിരേശ്വരം പുരസ്താദായിഷ്യമഗ്രം മൃദുവഞ്ചുശുഭ്രം യജ്ഞോപവിതംബരമസ്തു തേജാഃ യജ്ഞോപവിതധാരണാതു മുഹൂർത്തമസ്തു. എല്ലാവരും അക്ഷതം വാങ്ങണം. അക്ഷതം താൻ ഇത് കണ്ടോ, അച്ഛനും മോനും കൂടെ പുതപ്പല്ല ഷാളിട്ട് മൂടി ഇരിക്കുന്ന എന്തിനാന്ന് വെച്ചാൽ അച്ഛൻ്റെ മടിയിൽ മോനെ ഇരുത്തിയിട്ട് ഗായത്രി മന്ത്രം മറ്റാരും കേൾക്കാതെ ചൊല്ലിക്കൊടുക്കുന്ന ഒരു ചടങ്ങാണ്. അപ്പോൾ കുട്ടിയുടെ ചെവിയിൽ ഗായത്രി മന്ത്രവും ചൊല്ലി, അതേപോലെ ബ്രഹ്മോപദേശവും കഴിഞ്ഞു ഒക്കെ ഇനി ഊണ് സമയമാണ് കേട്ടോ. അപ്പോൾ ആദ്യത്തെ പന്തിക്ക് ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് ഫുള്ളായിപ്പോയി. അതുകൊണ്ട് ഞങ്ങൾ നിന്ന് ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ടോ. ഊണ് കഴിഞ്ഞിട്ടാണ് ഐസ്ക്രീം. പക്ഷേ ഞങ്ങൾ ആദ്യമേ ഫസ്റ്റിലെ അങ്ങോട്ട് ഐസ്ക്രീം കഴിച്ച്. ഇനി ഊണ് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ കഴിക്കാമല്ലോ. നമുക്ക് എന്തൊക്കെ ഐറ്റങ്ങളുണ്ടെന്ന് അറിയത്തില്ല. നമ്മുടെ സദ്യ എന്ന് പറഞ്ഞാൽ നമ്മൾ പക്ഷേ സദ്യ എന്ന് പറഞ്ഞാൽ നമുക്ക് അമ്മയുണ്ട് വയറ് ഫുള്ളായത് കണ്ടപ്പോൾ തന്നെ വയറ് ഫുള്ളായി. എന്തൊക്കെ ഐറ്റങ്ങളാണ്. അപ്പോൾ രാവിലത്തെ പോലെ തന്നെ വാഴയില കൊണ്ടുവന്നു. പിന്നെ ടിഷ്യൂ പേപ്പർ വാങ്ങിച്ച് കൊണ്ടുവന്നു. ഇത് രണ്ടാം പന്തിയാണ്. പിന്നെ 10 രൂപ ചെറിയ വെള്ളവും കൂടെ കൊണ്ടുവച്ചു. അപ്പോൾ നമ്മൾ ആദ്യം കുറച്ച് വെള്ളമാണ് കുടിച്ചത്. ഇനി ഓരോ ഐറ്റങ്ങൾ കൊണ്ടുവരുമ്പോൾ ഞാൻ പറയാം. ആദ്യം ഇതേപോലെ ഒരു ചെറിയൊരു കപ്പും ഒരു സ്പൂണും കൂടി ഇട്ടു. പിന്നെ ഉപ്പ് അങ്ങോട്ട് വിളമ്പി. ഉപ്പ് കഴിഞ്ഞിട്ട് അച്ചാർ വിളമ്പി. അച്ചാറിനൊക്കെ വേറൊരു ടേസ്റ്റാണ്. നമ്മുടെ എടുത്ത് പോയിട്ട് നാരങ്ങ അച്ചാറില്ല, പക്ഷേ സൂപ്പറാണ്. ഇത് പായസമാണ് കേട്ടോ. ഫസ്റ്റിലെ വിളമ്പിയത് പായസമാണ്, ശർക്കര പായസമാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. നെയ്യും കശുവണ്ടിയൊക്കെ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചീര, പച്ചക്കറിയും ചീരയും ചെറുപയറും ഇട്ട് തോരൻ, പിന്നെ പരിപ്പ് കറി, പിന്നെ നമ്മുടെ സവാളയും പിന്നെ മിച്ചറില്ല, അതെല്ലാം കൂടെ കലർത്തിയ ഒരു ഐറ്റം ഉണ്ടായിരുന്നു. അത് ഞാൻ വിളമ്പൊക്കെ കാണിച്ചത്. പിന്നെ നമ്മുടെ മുളക് ബജിയും പിന്നെ കുഞ്ഞു കുഞ്ഞു പപ്പടങ്ങൾ, പിന്നെ പുളിച്ചോറില്ല അതാണ്. പിന്നെ ഈ കാണുന്നത് ഇത് ഞങ്ങൾ വെച്ച് എന്താണ്, പിന്നാണ് അവരടുത്ത് പോയി ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് പനീർ വെച്ചുള്ള ബജിയാണ് കേട്ടോ. പനീർ വെച്ചിട്ട് നമ്മൾ അതിനകത്ത് മസാലയൊക്കെ ചേർത്തിട്ടുണ്ട്. പിന്നെ സ്വീറ്റ് ബോളിയാണ് ചെയ്യുന്നത്. സ്വീറ്റ് ബോളി ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ നെയ്യൊക്കെ ഒഴിച്ചാണ് കേട്ടോ. ഇത് പനീർ ബജിയാണ്. പനീർ ബജി രണ്ടായിട്ടാണ്, അതിനകത്ത് മസാലയൊക്കെ നിറച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഐറ്റം ഞങ്ങളവിടെ വന്ന് എല്ലാവരും ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ, കേരളക്കാർ. അവിടെ ഉള്ളവർക്ക് ഇതൊക്കെ പരിചയമായിരിക്കും. ഇതെന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഓരോ അടിയായിരുന്നു. ഒരാൾ പറഞ്ഞു ഇത് പാലക്കിൻ്റെ ഇലയാണ്, ഒരാൾ കൂർക്ക ഇലയാണ്, ഒരാൾ പറഞ്ഞ് ചീരയാണ്. പക്ഷേ അതൊന്നും അല്ല, വെറ്റിലയാണ് കേട്ടോ. നമ്മുടെ കുഞ്ഞ് വെറ്റിലയാണ്. അത് കോൺഫ്ലവർ ആയിരിക്കും, കടലമാവായിരിക്കും,
അറിയത്തില്ല. അത് ബജി പോലെ ചെയ്തിട്ട് നമ്മുടെ കുഞ്ഞ് സേവയിൽ വെച്ചെടുക്കുക. അതും പിന്നെ സവാളയും മുളകും എല്ലാം കൂടെ കലർത്തിയിട്ട് ആ ബജിയുടെ മുകളിൽ വെച്ച് ആ കപ്പിനകത്ത് തന്നതാണ് കേട്ടോ. പക്ഷെ സൂപ്പർ ടേസ്റ്റാണ്. വെറ്റിലാണ് പറയുന്നതേ ഇല്ല, പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ചപ്പാത്തി കൊണ്ടുപോകും. ചപ്പാത്തിയും അതിൻ്റെ കൂടെ നമ്മുടെ പനീറാണ് കേട്ടോ. പനീർ മസാലയാണ്. പനീർ മസാല മാത്രമേ ഉള്ളൂ. നമുക്ക് ഇവിടെ കിട്ടുന്ന 1-2 പനീർ എണ്ണയെടുക്കാൻ പറ്റുന്ന രീതിയിലാണ്. പക്ഷേ ഇത് നിറയെ പനീറാണ്, കുഞ്ഞു കുഞ്ഞു പനീറാണ്. അപ്പോൾ സ്വീറ്റ് ബോളി ഞാൻ കുറച്ചേ എടുത്തോളൂ കേട്ടോ. നമ്മുടെ ഇവിടുത്തെ പോലത്തെ സ്വീറ്റ് ബോളിയല്ല, പക്ഷെ കുഴപ്പമില്ല. എങ്കിലും നമ്മുടെ സ്വീറ്റ് ബോളിയാണ് കൊള്ളാവുന്നത്. പിന്നെ ചപ്പാത്തിയും പനീറും നല്ല സൂപ്പറാണ്, നല്ല ടേസ്റ്റാണ്. ഞാൻ ഫുള്ളും കഴിച്ചത്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വേറെ ഐറ്റങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അച്ചാറൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ വെച്ചത് നമ്മുടെ നീർദോശയാണ്. ഇത് നമ്മളൊന്നും ചെയ്താൽ ഇത്രയും സോഫ്റ്റായി കിട്ടത്തില്ല. അത്രയ്ക്ക് സോഫ്റ്റായിരിക്കും. പഞ്ഞിയേക്കാളും സോഫ്റ്റാണ് തോന്നുന്നു. അത്രയ്ക്ക് സോഫ്റ്റാണ് ഈ നീർദോശ. പിന്നെ അതിൻ്റെ കൂടെയാണ് വെള്ള ചമ്മന്തികൾ കേട്ടോ. ഓരോ ഐറ്റത്തിനും ഓരോ ഐറ്റങ്ങളുണ്ട് കൂട്ടാൻ വേണ്ടി. പിന്നെ ഇത് ഇത് ഇനി ബ്രിഞ്ചി എന്ന് പറയും കേട്ടോ. നമ്മുടെ ബിരിയാണി പോലെ തന്നെ ഐറ്റമാണ്. ബ്രിഞ്ചിയും അതിൻ്റെ കൂടെ സലാഡുമാണ്. പിന്നെ ലാസ്റ്റ് ഇതെല്ലാം കഴിച്ച് ഞങ്ങളന്നേരം ചോറൊന്നും ഇല്ലായിരുന്നു. എല്ലാം കഴിഞ്ഞ് ചോറ് ഫുള്ളായപ്പോഴത്തേക്ക് വേണ്ട ചോറ്. അപ്പോൾ ഞാൻ വാങ്ങിച്ചില്ല. ചേട്ടൻ ചോറും സാമ്പാറും ഈ പരിപ്പ് കറി അതിന് വേണ്ടിയായിരുന്നു ചെയ്യുന്നത്. അപ്പോൾ ചേട്ടൻ ഒരു പിടി കുഴിച്ചിട്ട് എനിക്ക് തന്നു. ടേസ്റ്റ് ചെയ്ത് നല്ലതായിരുന്നു. എല്ലാ ഐറ്റങ്ങളും നല്ലതായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ മധുരമുള്ള അത് ഞാൻ കഴിച്ചില്ല. അത് കുറേ ഒരു 8 എണ്ണം ഞാനെടുത്ത് കവറിനകത്താക്കി പിള്ളേർക്ക് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇന്ന് തന്നെ നമ്മൾ ട്രെയിൻ കയറിയിട്ടുണ്ട്. പിന്നെ ഗുലാബ് ജാമുൻ ഉണ്ടാക്കും, പിന്നെ ഐസ്ക്രീം. അപ്പോൾ ലാസ്റ്റ് ഫോട്ടോഗ്രാഫി എല്ലാവരും ലാസ്റ്റാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പൂജാരിയും ബ്രഹ്മോപദേശം നടന്ന കുഞ്ഞും കുഞ്ഞിൻ്റെ അച്ഛൻ, അതായത് അപ്പയുടെ അവർ മുന്നിലൂടെ നിലത്താണ് സത്യമായിരുന്നു അവർ കഴിക്കേണ്ടത്. അപ്പോൾ നെല്ലിരുന്നാലും കുഴപ്പമില്ല, പക്ഷെ അതിൻ്റെ ഒരു ചടങ്ങ് ഇങ്ങനെയാണ്. അതുപോലെ തന്നെ ചോറാണ് അവർക്ക് വിളമ്പിയത് കേട്ടോ. മറ്റു വേറെ ഐറ്റങ്ങളൊന്നും വിളമ്പില്ല. ചോറും പിന്നെ പരിപ്പും സാമ്പാറും ഇങ്ങനത്തെ ഒക്കെ ഐറ്റങ്ങളും വിളമ്പി. പിന്നെ നമ്മൾ ആദ്യം കൊടുക്കുമ്പോൾ കുറച്ച് മന്ത്രങ്ങളുണ്ട്. അപ്പോൾ പൂജാരി മോനോട് ആ മന്ത്രങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അതിനുശേഷമാണ് ചോറ് കഴിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വിശേഷങ്ങൾ. ഇച്ചിരി ലോങ് വീഡിയോ ആണ്. നമ്മളെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ട് വീഡിയോ ഫുള്ള് കണ്ടിട്ട് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു.